ഹായ്, എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. യോഗ ടിപ്സ് ബൈ സൗമിനി. എൻ്റെ യോഗാസനങ്ങൾ കുറേ ആളുകൾ കാണുന്നറിയാം. കുറേ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. കുറേ ആൾ കാണുന്നതായിട്ട് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും ഒരു ചെറിയ ചെറിയ ടിപ്സുകൾ ഇട്ടിട്ട് എല്ലാവരുടെ ആരോഗ്യം ഒന്ന് നിലനിർത്താൻ വേണ്ടിയിട്ട് അതിലെനിക്ക് സന്തോഷമേ ഉള്ളൂ. കാരണം വെച്ചാൽ നിങ്ങളൊക്കെ എൻ്റെ ആരോഗ്യം പോലെ തന്നെ നിങ്ങളെ ആരോഗ്യവും സന്തോഷകരമായിരിക്കണം ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും യോഗാസനങ്ങൾ ചെയ്യുക, ആരോഗ്യം നിലനിർത്തുക. ഞാൻ ഇന്ന് ചെയ്യാൻ വിചാരിച്ച യോഗാസനം ധനുരാസന എന്ന് പറഞ്ഞ ഒരു ആസനയാണ്. ഈ ധനുരാസന എന്ന് പറഞ്ഞ ആസന എന്തിനുള്ളതെന്ന് അറിയോ? നമ്മളെ വയറിലെ ഡയജസ്റ്റീവ് ഭക്ഷണത്തിൽ കഴിച്ചിട്ടുണ്ടാവുന്ന ആ ഡയജസ്റ്റീവ് സിസ്റ്റത്തിന് നന്നായിട്ട് നല്ല നിലയിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ധനുരാസന എന്ന് പറഞ്ഞ യോഗാസനങ്ങൾ ചെയ്യുന്നത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് പോഷകമായിട്ടും ഊർജമായിട്ടും നമ്മുടെ ശരീരത്തിന്റെ ആവശ്യമായ രീതിയിൽ പ്രവർത്തനം നടത്തലാണല്ലോ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മുടെ ശരീരത്തിൽ നല്ല പോഷകാഹാരങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിലെത്തി അത് ഊർജ രൂപത്തിലാക്കി നല്ലൊരു ബ്ലഡ് ഉണ്ടായി നമ്മുടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഈ ബ്ലഡ് നല്ല സർക്കുലേഷൻ നടന്ന് അപ്പോഴാണല്ലോ നമ്മുടെ ആരോഗ്യം സന്തോഷകരമാകുന്നുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു രീതിയിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യണം. പിന്നെ നമ്മുടെ ശരീരത്തിൽ ഏകദേശം ഒരു 1.5 ലിറ്റർ മുതൽ 3 ലിറ്റർ വരെ നമ്മളെ വയറിന് കപ്പാസിറ്റി, സ്റ്റൊമക്കിന് കപ്പാസിറ്റി ഉള്ളൂ. അപ്പോൾ ആ ആവശ്യത്തിനുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക, നല്ല പോഷകാഹാരങ്ങൾ കഴിക്കുക. എന്നിട്ട് ഇതുപോലുള്ള ധനുരാസനങ്ങൾ പോലെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിന് ഒരു 3-4 എക്സസൈസുകൾ ഉണ്ട്. അതൊക്കെ നന്നായിട്ട് ചെയ്യുക. എന്നിട്ട് ആ നല്ല ആരോഗ്യം നിലനിർത്തുക. ഓക്കെ, നമുക്ക് ആ ധനുരാസനം ഒന്ന് ചെയ്ത് നോക്കാം അല്ലേ? ഒരു മേറ്റ് എടുക്കുക, ഇരിക്കുക. അതിന് ശേഷം ഇടതുഭാഗം ചേർന്ന് കമഴ്ന്ന് കിടക്കുക. കണ്ടില്ലേ? നന്നായിട്ട് കമന്ന് കിടക്കുക. എന്നിട്ട് വേണമെങ്കിൽ ഒന്ന് വിശ്രമിക്കാം. മകരാസനത്തിൽ കിടന്ന് ഒന്ന് വിശ്രമിക്കുക. ഒന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷം നമ്മൾ ധനുരാസനം ചെയ്യുന്ന സമയത്ത് ഈ കാല് പിടിക്കുക, ഈ കാലിന്റെ കണങ്കാല് പിടിക്കുക. അതുപോലെ തന്നെ ഇടത് കാലിന്റെ കണങ്കാലും പിടിക്കുക. ഇങ്ങനെ പിടിച്ച് എന്നിട്ട് ഒന്ന് പൊങ്ങുക. ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് ഏറ്റവും നല്ലതാണ്. നന്നായിട്ട് ദഹനം നടന്ന് കഴിക്കുന്ന ഭക്ഷണം കൂടെ നന്നായിട്ട് ദഹനം നടന്ന് ശരീരത്തിന് നല്ല എനർജി ലഭിക്കും. വയറിലെ ഗ്യാസിന്റെ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരമാണ്. ഇപ്പൊ മിക്ക ആളുകൾക്കല്ലേ ഗ്യാസിന്റെ ഈ പ്രശ്നങ്ങൾ, അതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാവും. ഓക്കെ, ശേഷം ബ്രീത്ത് എക്സസൈസ് ചെയ്യാം, യോഗ നിദ്രയിൽ കിടക്കാം. എല്ലാത്തിനും സമയം നിങ്ങൾ തന്നെ കണ്ടെത്തിയാൽ മതി.